ഞാൻ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. ഇത്തിരി കുടിച്ച പോലെ. വേണ്ട അമ്മേ. പിന്നെ ആ സാറ് നിന്നെ പറ്റി ചോദിച്ചു. എന്തിനാ എന്നെ പറ്റി ചോദിക്കുന്നത്? ദേഷ്യം പിടിക്കണ്ട, ഇങ്ങനെ തല തിരിയാൻ കാരണം എന്താണെന്ന് തിരക്കുകയായിരുന്നു. അത് നേരെയാക്കാൻ അങ്ങേരെ ആരും വിളിച്ചില്ല. ആ സാറിനെ കണ്ട ഒരു മിണ്ടാപ്പൂച്ചയാ. എന്നാലും കലവടക്കുന്ന കൂട്ടത്തിലാണെന്ന് വിചാരിച്ചില്ല. നിന്റെ അച്ഛനെ വിചാരിച്ചാ ഞാൻ നാവടക്കി ഇരിക്കുന്നത്. ആരെ വിചാരിച്ചിട്ടായാലും അതിന്റെ ഗുണം നിനക്ക് തന്നെയാ. ഞാൻ ചെന്നിട്ട് വേണം അച്ഛൻ അങ്ങാടിയിൽ പോവാൻ. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അച്ഛാ, അച്ഛാ, ദാ സാറ് വന്നിരിക്കുന്നു. നമുക്ക് പോകാം. അയ്യോ, ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു. സാരമില്ല, വന്ന സ്ഥിതിക്ക് സ്വല്പം ഇരുന്നിട്ട് പോവാം. ഇവിടെ ഇത്രയൊക്കെ സൗകര്യമുള്ളൂ. വിശേഷിച്ച് ഞാൻ ഈയിടെയായി ഇങ്ങനെ പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ചു. പട്ടണങ്ങൾ എനിക്കിഷ്ടമല്ല. ഈ ഉൾനാട്ടിലെ ജീവിതം ഒരുതരം ഒളിക്കൽ മാത്രമാണ് എന്ന് കരുതിയാൽ മതി. ഞാനൊന്നും അന്വേഷിച്ച് നടന്നില്ല. എന്നാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. രാധയെ പരിചയപ്പെട്ടപ്പോൾ എന്റെ മനസ്സ് അവളെ അന്വേഷിക്കുകയായിരുന്നു എന്നൊരു തോന്നലുണ്ടായി. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അച്ഛനില്ല. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഈ വിവാഹാലോചന നടത്തണം. വിശ്വസിക്കാൻ വിഷമമാകുമെന്ന് എനിക്കറിയാം. ഞാൻ ഭ്രാന്ത് പറയുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം. സാറേ, ഈ 20 കൊല്ലങ്ങൾക്കിടയിൽ ഈ ടിവിയിൽ വെച്ച് പലതും നടന്നിട്ടുണ്ട്. പലപ്പോഴും കണ്ണടച്ചു നിന്ന് അത് സഹിക്കേണ്ടിയും വന്നിട്ടുണ്ട്. എന്നാൽ ആദ്യമായി അവിടെ വെച്ച് ഒരു ജീവിതം അപകടപ്പെടുന്നത് 5 കൊല്ലം മുമ്പാണ്. അത് കാണേണ്ട വിധം കാണുകയും ശ്രദ്ധിക്കേണ്ട വിധം ശ്രദ്ധിക്കുകയും ചെയ്യാത്ത കുറ്റം എന്നിലുണ്ട്. ആ കഥ ഇനി അവിടെ ആവർത്തിക്കരുത്. അതും എന്റെ അറിവോടുകൂടി. ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്ക് കേൾക്കേണ്ട സാർ. മറ്റു വല്ല കാര്യമുണ്ടെങ്കിൽ സാറ് പറഞ്ഞു. വിവാഹം ചെയ്ത് ഞാൻ അവളെ എന്റെ കൂടെ കൊണ്ടുപോകും. ആഗ്രഹം തീർന്നാൽ തെരുവിൽ ഇറക്കി വിടും. നിങ്ങളൊക്കെ പണക്കാരല്ലേ? യശോനാരെ, ഞാൻ എന്റെ കഥ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കെന്നെ മനസ്സിലാകുമായിരുന്നു. ഞാൻ ഒരുത്തി വിവാഹം കഴിക്കുമെങ്കിൽ അതൊരു പാവപ്പെട്ട പെൺകുട്ടി തന്നെ ആയിരിക്കും. അതെന്റെ ഉറച്ച തീരുമാനമാണ്. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കൂ. കളിച്ച് കളിച്ച് കളി കാര്യമായല്ലോ. പാവപ്പെട്ടത് വേണമായിരുന്നെങ്കിൽ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതിന് നിന്നെ ആ മനുഷ്യന് ആവശ്യമില്ല. ഞാനൊരു മനുഷ്യൻ, സ്വന്തം മക്കളെ പറ്റി ഒരു വിചാരവുമില്ല. ചെന്ന് നടത്തി കൊടുക്കും. കുറച്ച് വെള്ളം കൊണ്ടുവാ. നീ ഇതിനകത്തിരിക്കുന്നത് നല്ല വേലയാണല്ലോ നീ കാണിച്ച. പതുക്കാൻ ശ്വാസം മുട്ടി ചത്തുപോയാലോ. പഴയ ദുഷ്യന്തിന് കുതിരയായിരുന്നു, ഈ ദുഷ്യന്തിന് കാറാണ്. അല്ല, നിനക്ക് വർത്തമാനം പറയാൻ അറിയാമല്ലേ? നീ എന്നെ കുളിപ്പിക്കണം. അതിന് ഞാൻ നിങ്ങളുടെ എനിക്ക് അതിനുള്ള യോഗ്യത ഒന്നുമില്ല. എന്നാൽ എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ട് കേട്ടോ. ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. പോവാ. എന്തിനാ എന്നെ കളിയാക്കുന്നത്? കളിയാക്കല്ല, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് കയറിയിരുന്ന് പറയാം. സാക്ഷാൽ ദുഷ്യന്തന് ശകുന്തളയോട് തോന്നിയത് ദൈവീക പ്രേമമായിരുന്നു. നീ സിനിമയെ കണ്ടിട്ടില്ലേ? പക്ഷെ നിന്റെ താഴ കണ്ണൂരായ ചേട്ടനോട് ഈ വിവരങ്ങളൊന്നും പറയരുത്. ഞാൻ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇടി മണ്ടിപ്പണ്ണ നീ കരയാണോ? എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. എന്താണ് ആലോചിക്കുന്നത്? അല്ല, നിന്നെ വിശ്വസിപ്പിക്കാൻ എന്താ ഒരു മാർഗം എന്നാലോചിക്കുക. ശരി, ഞാൻ പോകുന്നതിന് മുമ്പേ നിന്നെ ഒന്ന് വിശ്വസിപ്പിച്ച്
ചേട്ടൻ വിളിക്കുന്നു. ഛോ, നിന്റെ ഒരു കണ്ണുവിന്റെ കാര്യം സ്വർഗത്തിലെ കട്ടണം. നീ പോയിട്ട് വാ. ദ്രോഹി ആ സമയത്ത് എന്ന് കയറി വിളിച്ചോ ഞാൻ വിശ്വസിപ്പിക്കാൻ തുടങ്ങിയത്. ശങ്കരനാരെ ആ വന്നാട്ടെ വന്നാട്ടെ. ഒരു വിശേഷം ഉണ്ടായിരുന്നു. എന്താണാവോ? നമ്മുടെ ടിവിയിൽ വന്ന് താമസിക്കുന്ന ചന്ദ്രൻ സാറിന് വേണ്ടിയാണ് ഞാൻ വന്നത്. വിശേഷിച്ച് നമ്മുടെ രാധയ്ക്കൊരു വിവാഹാലോചന. ആരാ? അദ്ദേഹം തന്നെ. എന്താ കേശവന്നായി പറയണത്? പരിഹസിക്കുകയാണോ? അല്ല, അദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞതാണ്. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. അദ്ദേഹം വലിയ പണക്കാരനായതുകൊണ്ടാണോ? അതും ആലോചിക്കേണ്ട വിഷയമാണ്. കുറച്ചു ദിവസം ഈ പ്രദേശത്ത് വന്ന് താമസിച്ച ഒരാൾക്ക് ഇങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ... ആദ്യം അദ്ദേഹം പറഞ്ഞപ്പോ എനിക്കും പലതും തോന്നി. പക്ഷെ അദ്ദേഹത്തിന്റെ കഥ കേട്ടപ്പോ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. ആള് കൊള്ളാവുന്നവനുമാണ്. നേരാണോ കേശവന്നാരെ? അതെ, ഭാഗ്യം വന്നാണ് വിളിക്കുന്നത്. തിരിഞ്ഞു നിൽക്കരുത്. വന്നാട്ടെ, രാധയോട് ഞാൻ തന്നെ ചോദിക്കാം. രാധേ, രാധേ, മോളെ രാധേ. ഇവിടെ ഇന്നത്തെ രാധേ. എന്താ? മോളെ രാധേ, ഞാൻ നിനക്കൊരു കല്യാണാലോചനയുമായിട്ട് വന്നതാണ്. ചെറുക്കൻ ജീവിക്കാൻ സൗകര്യമുള്ളവനും നല്ലവനുമാണ്. നീ എതിരൊന്നും പറയരുത്. ടിവിയിൽ താമസിക്കുന്ന ആ ചന്ദ്രൻ സാറാ. നീ സമ്മതിച്ചാൽ വീട്ടിൽ പോയി വേണ്ടപ്പെട്ടവരെ അയക്കാമെന്നാ പറഞ്ഞത്. എനിക്കിഷ്ടമല്ല അമ്മവ. എന്തുകൊണ്ട് ഇഷ്ടമല്ല? ഇഷ്ടമല്ല, അത് തന്നെ. മോളെ, മോളെ, ഞാൻ പറയുന്നുവെന്ന് കേൾക്ക്. ഈ സാറ് ആ സോമനെ പോലെയുള്ള ആളല്ല. അത് ഓർത്തിട്ടല്ലേ നീ? എന്തോർത്തായാലും അക്കാര്യം എന്നോട് പറയണ്ട. പറഞ്ഞു കേട്ടിടത്തോളം കുഴപ്പമില്ലെന്നാ എനിക്ക് തോന്നുന്നു. എന്റെയും വിശ്വാസം അത് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ വിശ്വാസം എന്തായാലും എന്നെ അതിന് കിട്ടില്ല അമ്മവ. മോളെ, നിന്റെ ചേച്ചിയെ നശിപ്പിച്ച സോമനെ പോലെയുള്ള ആളാണ് ഇദ്ദേഹം എന്നാണ് നിന്റെ വിചാരം, അല്ലേ? എല്ലാം അറിയുന്ന അച്ഛൻ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. മോളെ, അച്ഛൻ പറയുന്നത് നീ കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അമ്മേ, അമ്മേ, ഇവനെ കൊന്ന് ചുട്ട് ചാമ്പലാക്കി കൊണ്ടുവരൂ. എന്നാലും വിവാഹം നടക്കും. എന്നാ കേശവന്നാര് പൊക്കോളൂ. ഇങ്ങനെ പിടിവാശിയുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്ര നല്ലൊരു കല്യാണാലോചന വന്നിട്ട്. ആഹാ, ആലോചനയും കഴിഞ്ഞോ? അവൻ സമ്മതിച്ചോ? ആ, സമ്മതിച്ചു. കല്യാണ തീയതി നിശ്ചയിച്ചു. അതിനു മുമ്പേ കെട്ടി ഇങ്ങോട്ട് എത്തല്ലോ. എന്താ ചേട്ടാ നടന്ന്? എന്താ ഒന്നും മിണ്ടാത്ത? എന്ത് മിണ്ടാനാ ഞാനീ? സമ്മതിച്ചില്ലായിരിക്കും. വല്ല ആടോ പശുവോ മറ്റാണോ കയറിട്ട് പിടിച്ചു കൊടുക്കാൻ? ഞാനൊന്ന് പോയി പറഞ്ഞു നോക്കട്ടെ. ഒരു കാര്യമില്ല. ദൈവം തമ്പുരാൻ തന്നെ വന്ന് പറഞ്ഞാലും അവൾ അനങ്ങൂല. ചേട്ടാ, അവളുടെ മനസ്സിലിരിപ്പ് ചേട്ടന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. അവളെ എന്റെ മോൻ നാണുക്കുട്ടന് വേണ്ടിയിട്ടാ കാത്തിരിക്കുന്നു. പിന്നെ നമ്മൾ അതും ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?